ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ പേര് ചോദിച്ചിരുന്നു, റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനും ബേബിയും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. നോർമലായിരുന്നു ഡെലിവറി. ഹോസ്പിറ്റൽ ഡേയ്സിൻ്റെ വീഡിയോ ഒക്കെ കമ്മിങ് സൂൺ ആണ് കേട്ടോ. ആൻഡ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക് യു. രാവിലെ തന്നെ ബെഡിൽ ആരൊക്കെയാണെന്നറിയോ? ഞങ്ങൾ അച്ചുക്കുട്ടനുണ്ട്, അപ്പുക്കുട്ടനുണ്ട്, കുഞ്ഞിക്കണ്ണനുണ്ട്, ജിമ്പി ചേച്ചി TV കാണാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഇന്ന് രാവിലെ. കാരണം അച്ചുക്കുട്ടനപ്പുറം അപ്പു ഇവിടെ, കുഞ്ഞു ബേബി ഇവിടെ, ഞാനിവിടെ കിടക്കുക. കുറേ നാളായി ഇങ്ങനെയൊക്കെ രാവിലെ. അല്ലെങ്കിൽ രാവിലെ എണീക്കുക, നേരെ കിച്ചണിലേക്ക് ഓടുക, അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, ഫുള്ള് തിരക്കുകൾ. ഇപ്പം ഇങ്ങനെ ബേബിയുടെ കൂടെ ഇങ്ങനെ കിടക്കുക, അതൊരു വല്ലാത്തൊരു ലൈഫ് മൊമെൻറ്റുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് വഴിക്കൊരു 4 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഈ ടൈമിൽ ചൂടുവെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. ബെഡൊക്കെ നോക്കിയാൽ ബെഡൊക്കെ ഫുള്ള് മെസ്സിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മതേ പാലും ചൂടാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളം കുടിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ചൂടുവെള്ളം. നമ്മൾ പച്ചവെള്ളം കുടിക്കരുത്, ചൂടുവെള്ളമാണ് എപ്പോഴും കുടിക്കുന്നത് വളരെയധികം നല്ലത് കേട്ടോ. കാരണം നമ്മൾ വയറിനകത്ത് ഉള്ളിലുള്ള ഗ്യാസൊക്കെ പോകാനൊക്കെ ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ റൂമൊക്കെ ഭയങ്കര അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റൂമൊക്കെ വേഗം ഒന്ന് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടു. അപ്പോഴേക്കും അമ്മ പുട്ടും പഴമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴിച്ചു. പിന്നെ വിനിച്ചേട്ടനൊക്കെ അതിന്ന് പോകാൻ നിൽക്കുകയാണ്. കൂടെ നമ്മൾ അപ്പുക്കുട്ടനും പോവാണ് കേട്ടോ. അപ്പോൾ അപ്പുവിന് ബാഗും ഒക്കെ ഇട്ട് അളക്കെല്ലാം ഇറക്കൊക്കെ വരുന്നുണ്ട്. അപ്പം അപ്പുക്കുട്ടൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ജിമ്പുവിന് ഭയങ്കര വിഷമമായിട്ട് ജിമ്പു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷേ അപ്പുക്കുട്ടൻ നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് അച്ഛൻ്റെ കൂടെ. അപ്പുവിനെ വിട്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസമായില്ല ഒരുമിച്ച്. അങ്ങനെ നമ്മൾ കുഞ്ഞിച്ചിക്കൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഫ്രഷ് ആക്കി കൂടി വീഴാത്തതുകൊണ്ട് കുളിപ്പിക്കാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.